ഹരി ഓം. ഡിവൈൻ വ്ളോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 145 ശ്ലോകങ്ങൾ വരെ കണ്ടു. ഇനി 146 ശ്ലോകം മുതലൊന്ന് നോക്കാം. ഓം ശ്രീ മഹാദേവി നമഃ. ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി. ക്ഷരാക്ഷരാത്മിക, ക്ഷരവും അക്ഷരവും ആയ ദേവി. ക്ഷരം എന്നാൽ നശിക്കുന്നത്, അക്ഷരം എന്നാൽ നശിക്കാത്തത്. അത് രണ്ടും, അതായത് ക്ഷരം എന്ന് വെച്ചാൽ പ്രപഞ്ചം, അക്ഷരം എന്ന് വെച്ചാൽ ബ്രഹ്മം. ഇത് രണ്ടും ദേവി തന്നെയാണ്. അതാണ് ക്ഷരാക്ഷരാത്മിക. സർവലോകേശി, സർവലോകങ്ങൾക്കും ഈശ്വരിയായ ദേവി. ഈ ലോകം മുഴുവനും ദേവി ചൈതന്യമാണ്. അതാണ് സർവലോകേശി. വിശ്വധാരിണി, വിശ്വത്തെ, പ്രപഞ്ചത്തെ ധരിക്കുന്ന ദേവി, പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നവൾ എന്നർത്ഥം. അപ്പോൾ ക്ഷരാക്ഷരാത്മിക, സർവലോകേശി, വിശ്വധാരിണി. അടുത്തത് ത്രിവർഗദാത്രി സുഭഗ ത്രംബക ത്രിഗുണാത്മിക. ത്രിവർഗദാത്രി, അതായത് ത്രിവർഗത്തെ നൽകുന്ന ദേവി. എന്താണ് ത്രിവർഗം? ധർമ്മം, അർത്ഥം, കാമം. ഇത് ഭൂമിയിൽ ലൗകികമായി ജീവിക്കുന്നവർക്കെല്ലാം ഈ 3 ഗുണങ്ങളും അത്യാവശ്യമാണ്. അതാണ് ത്രിവർഗദാത്രി സുഭഗ, സൗഭാഗ്യവതിയായ ദേവി. ഐശ്വര്യത്തിൻ്റെ അധിഷ്ഠാന ദേവത ദേവി തന്നെയാണ്. അതാണ് സുഭഗ. ത്രംബക, ത്രംബകം എന്ന് വെച്ചാൽ, ത്രംബകായെന്ന് വെച്ചാൽ ത്രിമൂർത്തികളുടെയും അമ്മയെ ത്രംബക എന്ന് പറയുന്നു. പിന്നെ ശിവൻ്റെ പത്നിയെയും ത്രംബക എന്ന് പറയുന്നുണ്ട്. അതാണ് ത്രിഗുണാത്മിക. ത്രിഗുണം, അതായത് എന്തൊക്കെയാണ് ത്രിഗുണങ്ങൾ? സത്വം, രജസ്, തമസ്. ഈ ത്രിഗുണങ്ങളുടെയും സ്വരൂപിണിയാണ് ദേവി. അതായത് ദേവിയുടെ സത്വഗുണം എന്ന് വെച്ചാൽ ദേവി പാർവതി ദേവിയായിട്ട് വരുന്നതാണ്. രജോ ഗുണം എന്ന് വെച്ചാൽ ദേവി ദുർഗയായിട്ട് വരുന്നതാണ്. തമോ ഗുണം എന്ന് വെച്ചാൽ ദേവി ഭദ്രകാളിയായിട്ട് വരുന്നതാണ്. ഇത് 3ഉം ദേവിയുടെ ത്രിഗുണ സ്വരൂപമാണ്. അതാണ് ത്രിഗുണാത്മിക. അപ്പോൾ ത്രിവർഗദാത്രി സുഭഗ ത്രംബക ത്രിഗുണാത്മിക. അടുത്തത് സ്വർഗാപവർഗത ശുദ്ധ ജപാ പുഷ്പ നിഫാകൃതി. സ്വർഗാപവർഗത, അതായത് സ്വർഗവും അപവർഗവും. അപവർഗത എന്ന് വെച്ചാൽ മോക്ഷം, സ്വർഗവും മോക്ഷവും നൽകുന്ന ദേവി. അതാണ് സ്വർഗ അപവർഗത. ശുദ്ധ, ശുദ്ധ എന്ന് വെച്ചാൽ ശുദ്ധയായ ദേവി, നിർമ്മലയായ ദേവി. ദേവിക്ക് അവിദ്യാസ്പർശമില്ലാത്തതുകൊണ്ട് ദേവിയെ ശുദ്ധ എന്ന് പറയുന്നു. ജപാ പുഷ്പ നിഫാകൃതി. ജപാ പുഷ്പം എന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തിപ്പൂവിൻ്റെ ശോഭയുള്ള ദേവി. അതാണ് ജപാ പുഷ്പ നിഫാകൃതി. സ്വർഗാപവർഗത ശുദ്ധ ജപാ പുഷ്പ നിഫാകൃതി. അടുത്തത് ഓജോവതി ദ്യുതിധര യജ്ഞരൂപ പ്രിയവ്രത. ഓജോവതി, ഓജോവതി എന്ന് വെച്ചാൽ ഓജസ്വിനിയായ ദേവി. സകല ജീവരാശികളിലും ഓജസ് പ്രകാശമായിരിക്കുന്നത് ദേവിയാണ്. മനുഷ്യനിൽ പ്രാണശക്തിയാണ് ഓജസ്, അത് ദേവിയുടെ അംശം തന്നെയാണ്. അതാണ് ഓജോവതി. ദ്യുതിധര, ദ്യുതിധര എന്ന് വെച്ചാൽ, ദ്യുതി എന്ന് വെച്ചാൽ പ്രകാശം, അത് പ്രകാശം ധരിക്കുന്നവൾ, പ്രഭയുറ്റ ദേവി. അതാണ് ദ്യുതിധര. യജ്ഞരൂപ, യജ്ഞരൂപിണിയായ ദേവി. യജ്ഞപുരുഷനാണ് ഈശ്വരൻ, ആ ഈശ്വരൻ്റെ ശക്തിയാണ് ദേവി. അതാണ് ദേവിയെ യജ്ഞരൂപ എന്ന് പറയുന്നത്. പ്രിയവ്രത, വ്രതങ്ങളിൽ പ്രിയമുള്ള ദേവി. അതായത് വ്രതനിഷ്ഠയോടെ ദേവിയെ ഉപാസിക്കുന്നവരിൽ പ്രിയമുള്ള ദേവി. അതാണ് പ്രിയവ്രത. ഓജോവതി ദ്യുതിധര യജ്ഞരൂപ പ്രിയവ്രത. അടുത്തത് ദുരാരാധ്യ ദുരാധർഷ പാടലീ കുസുമപ്രിയ. ദുരാരാധ്യ, അതായത് ആരാധിക്കാൻ വിഷമമുള്ള ദേവി. ചഞ്ചല മനസ്സുകാർക്ക് ദേവിയെ ആരാധിക്കാൻ ബുദ്ധിമുട്ടാണ്. ശുദ്ധമായ ഭക്തിഭാവനയും ഏകാഗ്രതയും ഇല്ലാത്തവർക്ക് ദേവിയെ ഉപാസിക്കുക വിഷമം പിടിച്ച കാര്യമാണ്. അതാണ് ദുരാരാധ്യ. ദുരാധർഷ, ആർക്കും ജയിച്ച് കീഴ്പ്പെടുത്താനാവാത്ത ദേവി. അതാണ് ദുരാധർഷ. അടുത്തത് പാടലീ കുസുമപ്രിയ. പാടലീ പുഷ്പം ഇഷ്ടപ്പെടുന്ന ദേവി. പാടലീ പുഷ്പത്തിന് പാതരിപ്പൂവെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് മഹാദേവന്, ശിവന് കൂവളം
എങ്ങനെയാണോ പ്രിയം അതുപോലെ തന്നെയാണ് ദേവിക്ക് പാടലീ പുഷ്പം പ്രിയമുള്ളത്. ചുവപ്പും വെളുപ്പും നിറമുള്ള ഒരു പൂവാണ് പാടലീ പുഷ്പം എന്നുള്ളത്. അതാണ് ദുരാരാധ്യ, ദുരാധർഷ, പാടലീ കുസുമപ്രിയ. അടുത്തത് മഹതി മേരുനിലയ മന്ദാര കുസുമപ്രിയ. മഹതി, മഹത്തായ, എല്ലാത്തിലും മഹത്തായ ദേവി, എല്ലാത്തിലും ശ്രേഷ്ഠയായവൾ എന്നർത്ഥം. അതാണ് മഹതി. മേരുനിലയ, മേരുപർവ്വതത്തിൽ വസിക്കുന്ന ദേവി. സുമേരു പർവ്വതത്തിൻ്റെ നടുവിലെ കൊടുമുടിയിലാണ് ദേവി വസിക്കുന്നതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. സുമേരു ശൃംഗ മധ്യസ്ഥ, അതാണ് മേരുനിലയ. അടുത്തത് മന്ദാര കുസുമപ്രിയ, മന്ദാരപ്പൂവ് ഇഷ്ടപ്പെടുന്ന ദേവി. അതൊരു കൽപ്പവൃക്ഷമാണ്. അതാണ് മന്ദാരപ്പൂവ് ഇഷ്ടപ്പെടുന്ന ദേവി, മന്ദാര കുസുമപ്രിയ. അടുത്തത് വീരാരാധ്യ, വിരാട് രൂപ, വിരജ, വിശ്വതോമുഖി. വീരാരാധ്യ, വീരന്മാരാൽ ആരാധിക്കപ്പെടുന്ന ദേവി. വീരന്മാർ എന്നിവിടെ പറയുന്നത് 6 ശത്രുക്കളുണ്ടല്ലോ. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്നീ 6 ശത്രുക്കളെ ജയിച്ച് ആത്മജ്ഞാനം നേടിയവരാണ് വീരന്മാർ എന്ന് പറയുന്നത്. അവർക്കേ ദേവിയെ വേണ്ട പോലെ ആരാധിക്കാനാവൂ. അങ്ങനെയുള്ള വീരന്മാരാൽ ആരാധിക്കപ്പെടുന്ന ദേവി വീരാരാധ്യ. വിരാട് രൂപ, വിരാട് രൂപം, പ്രപഞ്ചരൂപത്തിൽ വർത്തിക്കുന്ന ദേവി. പ്രപഞ്ചം മുഴുവൻ ദേവിയുടെ ശരീരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പരബ്രഹ്മത്തിൻ്റെ സ്ഥൂലമായ രൂപമാണ് പ്രപഞ്ചം. അങ്ങനെ പ്രപഞ്ച രൂപത്തിൽ വർത്തിക്കുന്നവളെ വിരാട് രൂപ എന്ന് പറയുന്നു. വിരജ, വിരജ എന്ന് വെച്ചാൽ രജസ്, രജോ ഗുണം ഇല്ലാത്ത ദേവി. ദേവിയിൽ രജോ ഗുണം ലേശം പോലും ഇല്ല. അപ്പോൾ മാലിന്യം ഇല്ല, പരിശുദ്ധയാണ് ദേവി. അതാണ് വിരജ. വിശ്വതോമുഖി, വിശ്വമെങ്ങും മുഖങ്ങളായിട്ടുള്ള ദേവി. ദേവിയുടെ വിരാട് രൂപത്തെ തന്നെയാണ്, അതേ ആശയം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതാണ് വീരാരാധ്യ, വിരാട് രൂപ, വിരജ, വിശ്വതോമുഖി. അടുത്തത് പ്രത്യക് രൂപ, പരാകാശ, പ്രാണദ, പ്രാണരൂപിണി. പ്രത്യക് രൂപ, അകത്ത് കാണേണ്ടവളായ ദേവി. ഓരോ ശരീരത്തിലും ജീവാത്മാവായി ദേവിയാണ് ഉള്ളത്. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അകത്തേക്കു തിരിച്ച് അന്വേഷിച്ചാൽ മാത്രം അറിയാവുന്ന ഒരു ആത്മതത്വമാണ് ദേവി. അന്തർമുഖരായവർക്ക് ദേവി ആത്മരൂപിണിയായി ദർശനമരുളുന്നു. അതാണ് പ്രത്യക് രൂപ. പരാകാശ, പരമമായ ആകാശമാകുന്ന ദേവി, ചിത്താകുന്ന ആകാശം. നിർഗുണമായ ഈ പരാകാശം പരബ്രഹ്മം തന്നെയാണ്. അതാണ് പരാകാശ. പ്രാണദ, പ്രാണശക്തി നൽകുന്ന ദേവി. അതായത് പ്രാണൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ജീവൻ തുടിക്കുന്നത്. എല്ലാ പ്രാണങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ശക്തി നൽകുന്നത് ദേവി തന്നെയാണ്. അതാണ് പ്രാണദ. പ്രാണരൂപിണി, ഈ പ്രാണൻ, ആ പ്രാണസ്വരൂപിണിയായ ദേവി, അതാണ് പ്രാണരൂപിണി. അപ്പോൾ പ്രത്യക് രൂപ, പരാകാശ, പ്രാണദ, പ്രാണരൂപിണി. അടുത്തത് മാർത്താണ്ഡ ഭൈരവാരാധ്യ, മന്ത്രിണി ന്യസ്യ രാജ്യധു. മാർത്താണ്ഡ ഭൈരവാരാധ്യ, മാർത്താണ്ഡ ഭൈരവനാൽ ആരാധിക്കപ്പെടുന്ന ദേവി. അതായത് ശ്രീചക്രത്തിൽ ഇങ്ങനെ ഒരു ദേവി ഉപാസകനായി വർത്തിക്കുന്ന ഒരു ഭക്തനുണ്ടെന്ന് പറയുന്നു. അതാണ് മാർത്താണ്ഡ ഭൈരവൻ. അങ്ങനെയുള്ള മാർത്താണ്ഡ ഭൈരവനാൽ ആരാധിക്കപ്പെടുന്ന ദേവി. മന്ത്രിണി ന്യസ്യ രാജ്യധു. രാജ്യധു എന്ന് വെച്ചാൽ രാജ്യഭാരം സമർപ്പിച്ചിരിക്കുന്നത്. ആരെയാണ് രാജ്യഭാരം സമർപ്പിച്ചിരിക്കുന്നത്? ദേവി. മന്ത്രിണി എന്ന ഒരു ശക്തിദേവത, ദേവിയുടെ ഒരു പ്രധാന ശക്തിദേവതയാണ് മന്ത്രിണി. മന്ത്രിണി ദേവിയെ ശ്യാമളാദേവി എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ആ മന്ത്രിണിയിൽ രാജ്യഭാരം സമർപ്പിച്ചിരിക്കുന്ന ദേവി. അപ്പോൾ മാർത്താണ്ഡ ഭൈരവാരാധ്യ, മന്ത്രിണി ന്യസ്യ രാജ്യധു. അടുത്തത് ത്രിപുരേശി, ജയത്സേന, നിസ്ത്രൈഗുണ്യ, പരാപര. ത്രിപുരേശി, ത്രിപുരേശ്വരിയായ ദേവി, ത്രിപുരത്തിൻ്റെയും ഈശ്വരി. അതായത് ഭൂലോകം, ഭോർലോകം, സ്വർലോകം, ഇതിനും മൂന്നിനും ഈശ്വരിയായിട്ടുള്ള ദേവി എന്ന ഒരർത്ഥമുണ്ട്. പിന്നെ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം, അതിനും ഈശ്വരിയായിട്ടുള്ളവളെ. അങ്ങനെ അതാണ് ത്രിപുരേശി. ജയത്സേന, ശത്രുക്കളെ ജയിക്കുന്ന സേനയോടു കൂടിയ ദേവി ജയത്സേന. നിസ്ത്രൈഗുണ്യ,
ത്രിഗുണാതീതയായ ദേവി, മായാതീതയായ പരബ്രഹ്മസ്വരൂപിണി, അതാണ് നിസ്ത്രൈഗുണ്യ പരാപര, പരയും അപരയുമായ ദേവി. അതായത് പര അപര ഇത് രണ്ടും ബ്രഹ്മത്തിൻ്റെ രൂപങ്ങളാണ്. പര എന്ന് വെച്ചാൽ ബ്രഹ്മം, അപര എന്ന് വെച്ചാൽ ജഗത്ത്. ഇത് രണ്ടും ഒന്ന് തന്നെ, അത് രണ്ടും ദേവി തന്നെയാണ്. അതിൽ വ്യത്യാസം, ഒന്ന് ഉപാധിരഹിതം, മറ്റേത് ഉപാധികളോട് കൂടിയത്. അതാണ് പര അപര. അപ്പോൾ ത്രിപുരേശി, ജയത്സേന, നിസ്ത്രൈഗുണ്യ പരാപര. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും പരാശക്തിയായ ജഗദംബികയുടെ അനുഗ്രഹം തീർത്തും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹരിയോം.